ഹലോ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ മാരത്തോൺ MCQയിലെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷിജു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഈസ് വൺ ഇൻ വിച്ച് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് കോമ്പിനേഷണൽ at that time, input combinational and the previous output, input combinational at that time and previous input combination, present output and previous output. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോമ്പിനേഷണൽ സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? കോമ്പിനേഷണൽ സർക്യൂട്ട് ആകുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് വേരിയബിൾസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്തുള്ള ഇൻപുട്ട് വേരിയബിൾസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പ്രസൻറ്റ് ഇൻപുട്ട് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് തരും. അപ്പോൾ എ ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം. Match list 1 with list 2 and select the correct answer using the codes given below the list. A. Multiplexer. ഇത് ഏതുമായിട്ടാണ് യോജിക്കുകയെന്ന്. മൾട്ടിപ്ലെക്സർ എന്താണ്? ഒരു ഡാറ്റ സെലക്ടറാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 3യിലായിട്ടാണ് യോജിക്കുക. ഇനി ഷിഫ്റ്റ് രജിസ്റ്ററോ? ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീക്വൻഷ്യൽ മെമ്മറി ഡിവൈസാണ്. എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺവേർട്സ് ഡെസിമൽ നമ്പർ ടു ബൈനറി. അപ്പോൾ A3 വരുന്നത്, എയിൽ 3 വരുന്നത്, ഇപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ ആൻസർ അതിൻ്റെ സി ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം നോക്കാം. നോക്കൂ, മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ ഡാറ്റ സെലക്ടറാണ്. അതെന്താണ്? അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക് സർക്യൂട്ട് തന്നെയാണ്, കോമ്പിനേഷൻ സർക്യൂട്ടാണ്. അതിനകത്ത് കുറേ ഇൻപുട്ടും കൊടുക്കും, ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ വരുള്ളൂ. ഇനി ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാലോ, അതൊരു സീക്വൻഷ്യൽ മെമ്മറി ഡിവൈസാണ്. ഓക്കെ, അതിൽ കുറേ ഫ്ലിപ്പ് ഫ്ലോപ്പുകളൊക്കെ ഉണ്ടാവും. ഇനി എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇറ്റ് കൺവേർട്സ് ഡെസിമൽ നമ്പേഴ്സ് ടു ബൈനറി. ഓക്കെ, അപ്പോൾ ഒരു കോഡിൽ നിന്ന് മറ്റൊരു കോഡിലേക്ക് എൻകോഡ് ചെയ്യുന്നതിനെയാണ് എൻകോഡർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ഹൗ മെനി ഡാറ്റ ഇൻപുട്സ് ആർ ദെയർ ഇൻ എ ഡീകോഡർ ഹാവിങ് 64 ഔട്ട്പുട്ട് ലൈൻസ്? 64 ഔട്ട്പുട്ട് ലൈൻസ് ഉള്ള ഒരു ഡീകോഡറിനകത്ത് എത്ര ഡാറ്റ ഇൻപുട്ടുകൾ ഉണ്ടാവും എന്നാണ് ചോദ്യം. 1, 64, 6, 12. ഏതാണ് ഉത്തരം എന്ന് നമുക്ക് നോക്കാം. അതായത് 64 ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡാറ്റ ലൈൻസ് വേണമെന്ന് വെച്ചാൽ 64 ഔട്ട്പുട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മിനിമം 64 എന്ന് പറഞ്ഞാൽ 2n അല്ലേ? അപ്പോൾ ഇത് 64 2n 64 ആകുമ്പോൾ 2/6 എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ 6 ബിറ്റെങ്കിലും വേണ്ടേ 64 നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ 6 ബിറ്റാണ് ഇൻപുട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡാറ്റ ഇൻപുട്ട്സ് എത്രയാണ്? 6 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? n/2n എന്ന് n ഇൻപുട്ടുകളും 2n ഔട്ട്പുട്ടുകളും ആവണമെന്നില്ല. n ഇൻപുട്ടുകൾ വരുമ്പോൾ 2n താഴെയുള്ള ഔട്ട്പുട്ടുകളായാലും കുഴപ്പമില്ല. ഇപ്പോൾ 63 ഔട്ട്പുട്ടേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്നാലും n ഇൻപുട്ടുകൾ 6 ഇൻപുട്ടുകൾ തന്നെ വേണ്ടേ? 6 ബിറ്റ് വേണ്ടേ 63 റെപ്രസെൻറ്റ് ചെയ്യാനായാലും? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ n = എത്രയാണോ അതനുസരിച്ചിട്ട് ഉള്ള ഔട്ട്പുട്ടുകൾ. ഓക്കെ, അതായത് ഇപ്പോൾ 60 വേണമെങ്കിലും ആവാം, 60 വേണമെങ്കിലും ഔട്ട്പുട്ട് ആവാം. എന്ന് വെച്ചാൽ എന്താണ്? 6 ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 60 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, 0 to 59 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം 64 വരെ ഇതിൽ പറ്റും. ഓക്കെ, 2/6 ഇൻപുട്ടുകൾ വെച്ചിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. അപ്പോൾ സി ആണ് ഉത്തരം, 6 ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 5:32 ഡീകോഡർ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്ത്. 5:32 ഡീകോഡർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക? 1 2:4 ഡീകോഡർ ആണോ? ആൻഡ് 4 3:8 ഡീകോഡേഴ്സ് ആണോ? 4 3:8 ഡീകോഡേഴ്സ് ആണോ? 2 3:8 ഡീകോഡേഴ്സ് ആണോ? 8 2:4 ഡീകോഡേഴ്സ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ 5:32 ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് എത്ര എണ്ണം വേണമെന്നറിയോ? ഇത് ഒരു 2:4 ഡീകോഡറും 4 3:8 ഡീകോഡേഴ്സും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് കാണിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ 32 ഔട്ട്പുട്ടല്ലേ ഉള്ളത്. അപ്പോൾ 8 എണ്ണം 4 എണ്ണത്തിൻ്റെ 8 എണ്ണം. ഓക്കെ, 8 ഔട്ട്പുട്ട് വരുന്ന 4 എണ്ണം ഔട്ട്പുട്ടിലേക്ക് വരുന്നു. അപ്പോൾ എന്തായി? ഇവിടെ ഈ D0 മുതൽ ഇവിടം വരെ D32 വരെ D31 വരെ എന്ത് വരും? ഇത്രയും ഔട്ട്പുട്ടുകൾ വരും. ഇനി 3 ഇൻപുട്ടുകളല്ലേ ഇതിനുള്ളത്. ഈ 3 ഇൻപുട്ടുകൾ വരുന്നത് എവിടെ നിന്നാണ്? അത് ഈ 3:8 ഡീകോഡറാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇൻപുട്ടുകൾ വരുന്നത് എവിടെ നിന്നാണ്? ഈ 2:4 ഡീകോഡറിൽ നിന്നാണ്. 2:4 ഡീകോഡറിലെ ഓരോന്നും നോക്കൂ. ഇപ്പോൾ 5 ഇൻപുട്ട് മൊത്തം ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇത് I1 I2
I3 I4 I5 എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഇത് I1 I2 അല്ലേ, 2:4 I1 I2 എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഏത് ഡീകോഡറിലേക്ക് പോകണം എന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡീകോഡറിൽ സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 8 എണ്ണം ഇവിടെ സെലക്ട് ആവും. അത് കഴിഞ്ഞിട്ട് 01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡീകോഡറിലാണ് അത് സെലക്ട് ആവുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ 4 ഔട്ട്പുട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് 4 എണ്ണം എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ എനേബിൾ, ആദ്യത്തേൻ്റെ എനേബിൾ, രണ്ടാമത്തത് ഇതിൻ്റെ എനേബിൾ, മൂന്നാമത്തത് ഇതിൻ്റെ എനേബിൾ, നാലാമത്തെ ഇതിൻ്റെ എനേബിൾ. 3 ഇൻപുട്ടുകൾ വരുന്നത് ഈ ഇതിൻ്റെ ഇൻപുട്ടുകളുമാണ് കേട്ടോ. മനസ്സിലായല്ലോ. I1 I2 I3 I4 I6 I1 I2 I3 I4 I5 അങ്ങനത്തെ 5 ഇൻപുട്ടുകളാണ് അവിടെ വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഡീമൾട്ടിപ്ലെക്സേഴ്സ് ഈസ് ഇൻകറക്റ്റ്? 1 line to 8 line demultiplexer consists of 8 AND gates, all of them connected to a single line input. ശരിയാണ്. It is used as anti-clock demultiplexers in synchronous data transmission systems, in the receivers and security monitoring system, etc. അത് ശരിയല്ല കേട്ടോ. സിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൊന്നും ആൻറ്റി ക്ലോക്ക് ഡീമൾട്ടിപ്ലെക്സറായിട്ടൊന്നും ഡീമൾട്ടിപ്ലെക്സേഴ്സിനെ യൂസ് ചെയ്യില്ല. ഇറ്റ് ടേക്സ് സിംഗിൾ ഇൻപുട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് ഓവർ സെവറൽ ഔട്ട്പുട്ട്സ്. ശരിയാണ്. ഇറ്റ് takes one input data source and selectively distributes it into one of n output channels, just like a multi-position switch. അത് ശരിയാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് അല്ലാത്ത ഉത്തരം. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് ആൻറ്റി ക്ലോക്ക് ഡീമൾട്ടിപ്ലെക്സേഴ്സ് ഇൻ സിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. ഓക്കെ, അതായിട്ട് ഉപയോഗിക്കില്ല. അടുത്ത ചോദ്യം, ഇൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വിച്ച് കോമ്പിനേഷൻ വിൽ ടോഗിൾ ദി ഔട്ട്പുട്ട്? ടോഗിൾ ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴാണ്? J=1 K=1. ഓക്കെ, J=K=1ലാണ് ടോഗിൾ കിട്ടുക. അപ്പോൾ ബി ആണ് ഉത്തരം. ഓക്കെ, J=K=1 ആണ് ടോഗിൾ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അവിടെ റേസ് കണ്ടീഷനും സംഭവിക്കും കേട്ടോ. റേസ് കണ്ടീഷൻ സംഭവിക്കും. അപ്പോൾ റേസ് കണ്ടീഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം, a 4-bit modulo 6 ripple counter uses JK flip-flop. If the propagation delay of each flip-flop is 50 nanosecond, then maximum clock frequency that can be used is. ഓക്കെ, അപ്പോൾ ഒരു 4 ബിറ്റ് മോഡുലോ 6 റിപ്പിൾ കൗണ്ടറാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ, അപ്പോൾ 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നു? 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നു കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിലേ 50 നാനോസെക്കൻഡ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന മാക്സിമം ക്ലോക്ക് ഫ്രീക്വൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പും 50 നാനോസെക്കൻഡ് വെച്ച് മൊത്തം റിപ്പിൾ കൗണ്ടർ അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ പ്രൊപ്പഗേഷൻ ഡിലേ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 4 × 50 200 നാനോസെക്കൻഡുള്ള മൊത്തം പ്രൊപ്പഗേഷൻ ഡിലേ വരും. ഓക്കെ, അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് 50 നാനോസെക്കൻഡ്. പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇസ് 4 × 50 200 നാനോസെക്കൻഡ്സ്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? 1/200 നാനോസെക്കൻഡ്സ്. അത് എത്രയാണ്? 5 മെഗാഹെർട്സ് ആണ്. അപ്പോൾ ബി ആണ് ആൻസർ. 5 മെഗാഹെർട്സ് ഇസ് ദി ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, 8th one, an 8-bit ripple counter and an 8-bit synchronous counter are made using flip-flops having propagation delay of 10 nanosecond each. If the worst case delay in the ripple counter and the synchronous counter be R and S respectively, then R എത്രയായിരിക്കും, S എത്രയായിരിക്കും? വേഴ്സ്റ്റ് കേസ് പ്രൊപ്പഗേഷൻ ഡിലേ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിപ്പിൾ കൗണ്ടർ ഉണ്ട്, സിങ്ക്രണസ് കൗണ്ടർ ഉണ്ട് കേട്ടോ. സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈം ഡിലേ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എത്രയാണ്? അതിന് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേ മാത്രമല്ലേ വരുള്ളൂ, 10 നാനോസെക്കൻഡ് മാത്രമേ വരുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരുമിച്ചാണ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഒരുമിച്ച് ക്ലോക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എല്ലാത്തിനും ഒറ്റയടിക്ക് വരും. ഒരൊറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ പാസ് ചെയ്യേണ്ട പ്രൊപ്പഗേഷൻ ഡിലേ മാത്രമേ അതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ അസിങ്ക്രണസ് ടൈമറിൽ അങ്ങനെയല്ല. ആദ്യത്തേലായിരിക്കും ക്ലോക്ക് കൊടുക്കുന്നത്. ആ ക്ലോക്ക് റിപ്പിൾ ചെയ്തിട്ടാണ് അവസാനത്തേൽ വരിക. അപ്പോൾ 8 ബിറ്റിൻ്റെ കൗണ്ടർ ആണെങ്കിൽ 8 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ 8 × 10 80 നാനോസെക്കൻഡ്സ് അവിടെ എടുക്കും. അപ്പോൾ S=10ഉം R=80 നാനോസെക്കൻഡുമാണ്. ആൻസർ ഡി ആണ് കേട്ടോ. S=10ഉം R=80 നാനോസെക്കൻഡും. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ റിക്വയർസ് ദി മോസ്റ്റ് ഡീകോഡിംഗ് സർക്യൂട്ടറി? ജോൺസൺ കൗണ്ടറാണോ, റിംഗ് കൗണ്ടറാണോ, റിപ്പിൾ കൗണ്ടറാണോ, മോഡ് കൗണ്ടറാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോൺസണോ റിങ്ങോ ആണ്.
ഓക്കെ, ജോൺസണോ റിങ്ങോ ആണ് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ. ഇനി മറ്റൊരു കാര്യം, റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു സിങ്ക്രണസ് കൗണ്ടറേ അല്ല, അതൊരു അസിങ്ക്രണസ് കൗണ്ടറാണ്. അസിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീകോഡിങ് സർക്യൂട്ടറി താരതമ്യേന എളുപ്പമായിരിക്കും, കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കും. അത്ര ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് സർക്യൂട്ട് ആവില്ല. ഓക്കെ, അതിലെന്താണ്, അവിടെ ആകെ ക്ലോക്ക് കൊടുക്കാൻ മാത്രമേ നമുക്ക് ഒന്നിൽ നിന്ന് അടുത്തേക്ക് ക്ലോക്ക് കൊടുക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഡീകോഡിങ് സർക്യൂട്ട് ഭയങ്കര എളുപ്പമാണ്. ഇനി ക്ലോക്കിംഗ് സർക്യൂട്ടാണ് അതിൻ്റെ, എന്നാലും കുഴപ്പമില്ല, ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് പൊക്കോളും, കുഴപ്പമില്ല. റിപ്പിളിനും മോഡിനൊന്നും അതൊരു പ്രശ്നമല്ല. ആ മോഡ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഡീകോഡിംഗ് സർക്യൂട്ട് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. എന്നാൽ ജോൺസൺ കൗണ്ടറും റിംഗ് കൗണ്ടറിലും ഇതിൽ ഏതാണ്? സിങ്ക്രണസ് കൗണ്ടറാണ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട്. അതിൽ തന്നെ ജോൺസണിലും റിങ്ങിലും ഏതാണ്? ജോൺസൺ ആണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഡീകോഡിംഗ് സർക്യൂട്ടറി. അതൊരു മോഡിഫൈഡ് റിംഗ് കൗണ്ടറാണ് ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ നമ്മൾ ട്വിസ്റ്റഡ് ടെയിൽ റിംഗ് കൗണ്ടർ എന്നും പറയാം. ഓക്കെ, ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ എങ്ങനെയാണ്? ഇതാണ് ജോൺസൺ കൗണ്ടർ. ജോൺസൺ കൗണ്ടർ എങ്ങനെയാണ്? ക്ലോക്ക് എല്ലാത്തിലും ഒരുമിച്ച് കൊടുത്തു. സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ അവസാനത്തെ ഔട്ട്പുട്ടിൻ്റെ ഇൻവേർട്ടഡ് വേർഷനിൽ നിന്ന് എന്ത് വന്നു? ആദ്യത്തെ ഇൻപുട്ടിലേക്ക് D1ലേക്ക് വന്നു. Q4 ബാറിൽ നിന്നാണ് D1ലേക്ക് വരുന്നത്. ഇനി ഒരു ജോൺസൺ കൗണ്ടറിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിൽ ഇതിന് മൊത്തം എത്ര സ്റ്റേറ്റ് ഉണ്ടാവും എന്നറിയോ? 2 × n, അതായത് 2 × 4, 8 സ്റ്റേറ്റുകൾ ഉണ്ടാവും ഇവിടെ. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലോക്ക് പൾസ് ഒന്നും കൊടുത്തിട്ടില്ല, 0 ആണെങ്കിൽ എല്ലാം 0 തന്നെയായിരിക്കും. ഓക്കെ, എല്ലാം റീസെറ്റ് കണ്ടീഷനിലായിരിക്കും. ആദ്യത്തെ ക്ലോക്ക് വരുമ്പോൾ എന്താണ്? ആദ്യത്തെ മാത്രം നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ 1 കൊടുത്തു. 1 എങ്ങനെയാണ് സെറ്റ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ. ആദ്യം എല്ലാം 0 ആണല്ലോ, അപ്പോൾ Q4 ബാർ 1 ആണ്. ആ 1 D1ലേക്ക് കൊടുത്തു. അപ്പോൾ 1 വന്നു കേട്ടോ. ആ 1 ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ആ 1 ഇവിടെ 1 1 ആയി മാറും. പിന്നെ 1 1 1 ആയി മാറും. പിന്നെ 1 1 1 1 ആയി മാറും. പിന്നെ 0 1 1 1 0 0 1 1 0 0 0 1 0 0 0 0. ഓക്കെ, അപ്പോൾ 8 സ്റ്റേറ്റുകൾ മൊത്തം ഉണ്ടാവും, 8 യുണീക്ക് സ്റ്റേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒരു മോഡ് 2n കൗണ്ടറാണ്. ഇതിൻ്റെ ഡീകോഡിംഗ് സർക്യൂട്ടറി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറിൽ ജോൺസൺ കൗണ്ടറാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, റിംഗ് കൗണ്ടറിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം റിംഗ് കൗണ്ടർ വളരെ എളുപ്പമാണ്. ഒരു 1 വന്നു കഴിഞ്ഞാൽ ആ 1 ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഈ 1 എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഇതിൽ 1 എന്ന് പറയുന്നത്, പിന്നെ അടുത്തത് വരുമ്പോൾ 1 1 0 0 0 എന്നുള്ളത് പിന്നെ 1 1 0 0 ആയി മാറണം. പിന്നെ 1 1 1 0 ആയി മാറണം. പിന്നെ 1 1 1 1 ആയി മാറണം. അങ്ങനെ കുറച്ച് കൂടുതൽ ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കേണ്ടത് കൊണ്ട് ജോൺസൺ കൗണ്ടറാണ് കമ്പാരിറ്റീവ്ലി ഡീകോഡിംഗ് ടഫ് എന്ന് നമ്മൾ പറയാറുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, if the input to T flip-flop is 200 Hz signal, final output of 3 T flip-flops in cascade is. നമുക്കറിയാം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ പറയുക? അതൊരു ഡിവൈഡഡ് ബൈ 2 കൗണ്ടറാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ഒരെണ്ണം വരുമ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് 2:1 ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് 2:1 സ്റ്റേറ്റുകളാണ് ഉണ്ടാവുക, 2 സ്റ്റേറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഡിവൈഡ് ബൈ 2 എന്ന് പറയും. 2 എണ്ണം വന്നാൽ 2:4 ഡിവൈഡ് ബൈ 4 കൗണ്ടർ എന്ന് പറയും. അതേപോലെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? ഡിവൈഡ് ബൈ 2:3. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 2:3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 Hz ആയിരുന്നു അതിൻ്റെ ഇൻപുട്ടെങ്കിൽ പിന്നെ അവസാനത്തെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്തായി മാറും? 200 ഡിവൈഡ് ബൈ 2:3 ആയി മാറും. ഓക്കെ, അപ്പോൾ 200/8 ആയി മാറും. അത് 25 Hz ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇതുവരെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.